ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഏകദേശം 24 സ്റ്റോക്കുകൾ പോസിറ്റീവിലും 26 സ്റ്റോക്കുകൾ നെഗറ്റീവിലുമാണ്. അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT മാത്രമാണ് പോസിറ്റീവിൽ നിൽക്കുന്നത്. നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഐടിയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളൊക്കെ ടോപ്പ് ഗെയിനേഴ്സ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. TCS, HCL ടെക്, ടെക് മഹേന്ദ്ര, ഇൻഫോസിസ്, M&M ഈ സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ്, പോസിറ്റീവ് ഗെയിൻ കൊടുത്ത സ്റ്റോക്കുകളാണ്. നെഗറ്റീവിലേക്ക് നോക്കുമ്പോൾ ഡേവിസ് ലാബ്, അതുപോലെ ഹീറോ മോട്ടോകോർപ്പ്, കോൾ ഇന്ത്യ, അൾട്രാടെക് സിമന്റ്, റെഡ്ഡി ഈ സ്റ്റോക്കുകളൊക്കെ നെഗറ്റീവിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. വലിയ രീതിയിൽ വോളിയം ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിൽ ഇന്നലെ നെഗറ്റീവിലേക്ക് വന്ന സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ ICICI ബാങ്ക്, ടാറ്റ സ്റ്റീൽ, TCS, ഇൻഫോസിസ് ഒക്കെ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റോക്കിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. വോളിയം കൂടുതലായിട്ട് ഉള്ള സ്റ്റോക്കുകൾ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ FIA DA ഡാറ്റ, FIA ഇന്ന് നെറ്റ് ബൈ സെല്ലേഴ്സ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. 2595 കോടി രൂപയ്ക്ക് നെറ്റ് സെല്ലേഴ്സ് ആയിട്ടുണ്ട് FIA ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇന്ന് 2236 കോടി രൂപയ്ക്ക് നെറ്റ് ബൈയേഴ്സ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. FIA സെല്ല് ചെയ്യുന്നത് അതേപടി DA ബൈ ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടും അതുപോലെ കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. അദാനിയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കിൽ മിക്ക സ്റ്റോക്കുകൾ നെഗറ്റീവ് തന്നെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു സ്റ്റോക്ക് മാത്രം അദാനിയുടെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 4% അപ്പ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കൊടുത്തിട്ടുണ്ട്. അദാനി ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അതുപോലെ തന്നെ നമുക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ, അതിനകത്ത് ടിറ്റഗൺ വാഗൺസ് എന്ന് പറയുന്ന സ്റ്റോക്ക് പോസിറ്റീവാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ SGVN എന്ന് പറയുന്ന സ്റ്റോക്ക്, ആ സ്റ്റോക്കിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായി. റിസൾട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് പോസിറ്റീവിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ RVNL ഇന്ന് 15 രൂപയോളം RVNL നമ്മൾ ഇന്ന് ലോസിലേക്ക് പോയിട്ടുണ്ട്. RVNL സ്റ്റാർട്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു സപ്പോർട്ടായിട്ട് വെച്ചിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 116 ആ ഒരു റേഞ്ച് തന്നെയാണ്. ആ റേഞ്ചിൽ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോ നെറ്റ് ഇത്തിരി സ്ലോ ആണെന്ന് തോന്നുന്നതാണ് ഇത്ര ഡിലേ വന്നിരിക്കുന്നത്. ഏകദേശം RVNL ഈ 516 ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് ഒരു ബൈ എടുത്തിരിക്കുന്ന ഏരിയ തന്നെയാണ്. 534, 516 ഈ ഏരിയ. അതുപോലെ തന്നെ നമുക്ക് IRCTC അതിന്റെയും റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ട്. 512 ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതുപോലെ 534 മറ്റൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ രണ്ട് ഏരിയകളുമാണ് പ്രധാനമായിട്ടും നമ്മൾ സപ്പോർട്ടായിട്ട് നോക്കുന്നത്. 5 മിനിറ്റ് ചാർട്ടാണ്. 15 മിനിറ്റ് ചാർട്ടിലേക്ക് നോക്കാം. 15 മിനിറ്റ് ചാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും കൃത്യമായിട്ട് നമ്മൾ 512 എന്ന് പറയുന്ന മേഖലയിലാണ് സപ്പോർട്ട് ഒരു വരച്ചിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 645 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് മേഖലയാണ്. അതുപോലെ സോളാർ സെക്ടറുമായി നിൽക്കുന്ന സ്റ്റോക്കുകൾ ഇന്ന് നെഗറ്റീവിലൊക്കെ ഉണ്ട്. KPI ഗ്രീൻ എന്ന് പറയുന്ന സ്റ്റോക്കിൽ 41 രൂപ നെഗറ്റീവിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ടാറ്റ പവർ 2 രൂപ നെഗറ്റീവിലാണ്. സിസ്റ്റോൺ എനർജി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്ത സ്റ്റോക്കാണ്. 56 രൂപയ്ക്ക് നമ്മൾ അതിൻ്റെ അകത്ത് റിസൾട്ട് വന്ന ദിവസം പറഞ്ഞിരുന്നു. അതിനുശേഷം ഏകദേശം 83 രൂപ 50 പൈസ എന്ന് പറയുന്ന ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ടായി. വോളിയത്തിലൊക്കെ ചെറിയ രീതിയിൽ കുറവ് ഉള്ള സ്റ്റോക്ക് തന്നെയാണ് സിസ്റ്റോൺ എനർജി. ഈ സ്റ്റോക്ക് 4 രൂപ നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 5% ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇതിന്റെ ലോവർ സർക്യൂട്ട് ആയിരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇനി സെല്ലിംഗ് ആണോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ നാഷണൽ അലൂമിനിയം എന്ന് പറയുന്ന സ്റ്റോക്ക് 2% ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ കാനറ ബാങ്ക് 2% ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകളിലൊക്കെ നിഫ്റ്റി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ആ ലെവലിൽ നമ്മൾ വലിയ രീതിയിലൊരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. 24,176 എന്ന് പറയുന്ന ലെവൽ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. ആ ലെവലില് നിഫ്റ്റി റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ നോക്കാം. ആ ലെവലിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. വലിയ രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ 24,218 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അങ്ങോട്ടും പോയിട്ടില്ല. നിഫ്റ്റി ഒരു സൈഡ് വേസ് തന്നെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൈഡ് വേസ് ആയിരിക്കുമോ അതായിരിക്കും തരത്തിലുള്ള ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നമ്മളേക്ക് ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് ലെവൽ നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ബോക്സിനുള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ബോക്സിനുള്ളിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. 24,106 അതുപോലെ തന്നെ 24,200 എന്ന് പറയുന്ന ലെവൽ, ഈ ലെവലിന് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവലുകൾ വെക്കാൻ സാധിക്കും. ഇപ്പൊ ഇതൊരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് പോകുന്നത്. നമ്മള് ലോങ്ങർ ടൈം ഫ്രെയിമിൽ വരച്ചിരിക്കുന്ന സപ്പോർട്ടുകളാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. 24,000
170 എന്ന് പറയുന്ന ലെവലിലൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഇവിടെയൊക്കെ സപ്പോർട്ട് മേജറായിട്ട് നമ്മൾ നോക്കേണ്ടത് 24,300 എന്ന് പറയുന്ന ലെവൽ തന്നെയാണ്. 334 ആ ലെവല് പ്രധാനമായിട്ടുള്ള ലെവലാണ്. ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 470 അതുപോലെ 554 ആ ലെവലിലേക്ക് പോകും. ഇപ്പൊ മൈനർ സപ്പോർട്ട് എന്ന് പറയുന്നത് 23,973 എന്ന് പറയുന്ന സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഇതുപോലെ തന്നെ ഒരു ലെവൽ തന്നെയാണ്. നമുക്ക് ബോക്സ് തന്നെയാണ് നിൽക്കുന്നത്. 49,595 എന്ന് പറയുന്ന സപ്പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 50,000 എന്ന് പറയുന്ന ഒരു മേഖല അത് പ്രധാനമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ലെവൽ കൂടി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി കുറെ ദിവസങ്ങളായിട്ട് നെഗറ്റീവിലാണ് നിൽക്കുന്നത്. 50,893 നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 49,595 ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫാള് പ്രതീക്ഷിക്കാം. ഫാള് എന്ന് പറയുമ്പോൾ 49,000 ആയിരിക്കും അടുത്ത മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ട് ആളുകൾ വെക്കുക. അതുപോലെ ഇന്ന് നിഫ്റ്റി IT സെക്ടറുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളൊക്കെ ഇന്ന് പോസിറ്റീവാണ് നിൽക്കുന്നത്. ഏകദേശം 616 പോയിന്റോളം അത് മുന്നിലേക്ക് വന്നിട്ടുണ്ട്.